ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ദും ദുർഗായേ നമോ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 3-ാം അധ്യായം അതിഥിശാപം. 3-ാം സ്കന്ധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദേവിയുടെ മൂലമന്ത്രം ജപിക്കുക വഴി സുദർശന രാജകുമാരൻ തനിക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചുപിടിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കിയ ശേഷം രാമായണ കഥയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 4-ാം സ്കന്ധത്തിൽ 1-2 അധ്യായത്തിലായി ജനമേജയ മഹാരാജാവ് വീണ്ടും വ്യാസർഷിയോട് തൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ കൂടെയുണ്ടായിട്ടും കുന്തി ദേവിക്കും പാണ്ഡവർക്കും എന്തുകൊണ്ട് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു? ദ്രൗപദി എന്തുകൊണ്ട് ഇത്രയും വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചു? ഭഗവാൻ കൃഷ്ണൻ തന്നെ ഇതൊക്കെ അനുഭവിക്കാൻ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അമ്പു തെറിച്ച് ഉള്ള ആ ഒരു അവസാന കാലം വരെയുള്ള വിഷമതകൾ എങ്ങനെ അനുഭവിക്കാനിടയായി എന്നുള്ള സംശയങ്ങൾ വ്യാസർഷിയോട് ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിനൊക്കെ ഉത്തരമായിട്ടുള്ള ഭാഗങ്ങളാണ് 3-ാം അധ്യായത്തിലൂടെ വിശദമാക്കപ്പെടുന്നത്. വ്യാസൻ കൃഷ്ണാവതാരമിതിനോതുന്നു കാരണമെത്രയോ, ദേവാംശജന്മാർക്കേവർക്കും ഇതുപോലുണ്ടു കാരണം. വാസുദേവാവതാരത്തിൻ കാരണം കേൾക്ക സത്യമായി, തത്പത്നിമാർത്തൻ ജനന കാരണത്തെയുമവ്വിധം. യജ്ഞാർത്ഥം കശ്യപൻ പണ്ടു കട്ടാൻ വരുണഗോവിനെ, വരുണൻ പലതും യാചിച്ചിട്ടും വിട്ടില്ല പൈഹിനെ. അതിനാൽ വരുണൻ ലോകനാഥനാം ബ്രഹ്മദേവനെ കുമ്പിട്ടുണർത്തി തൻ ദുഃഖം ദീനനായി വിനയത്തൊടും. എന്തു ചെയ്യേണ്ടോ ഞാൻ എൻ്റെ ഗോവിനെ കട്ടു കശ്യപൻ തരുന്നില്ല മതത്താൽ ഞാൻ ശപിച്ചേൻ ഗോപനാകുവാൻ. തത്പത്നിമാരെയും മന്നിൽ പിറക്കാനായി ശപിച്ചു ഞാൻ, എൻ പൈക്കിടാങ്ങൾ മാഴ്കുന്നു തള്ളയില്ലാതെ നിർഭരം. അതിനാൽ മക്കൾ ചത്തേറെ ദുഃഖിക്കാനും തുറുങ്കകം പാർക്കാനുമിടവന്നിടും അതിഥിക്കെന്നു മോദി ഞാൻ. വ്യാസൻ യാദോനാഥന്റെ ഈ വാക്കു കേട്ടു കശ്യപനെ ക്ഷണാൽ വിളിച്ചു കൊണ്ടുവന്നേവം ചൊന്നാൻ ബ്രഹ്മപ്രജാപതി. എന്തേ ഭവാൻ മഹാത്മാവേ യാദോനാഥന്റെ പയ്യനെ കട്ടതും പിന്നെ എന്തേ കാഞ്ഞതുമന്യായമായി നീ? നീതി എന്തെന്നറിഞ്ഞിട്ടും പരദ്രവ്യം കവർന്നു നീ ചെയ്തതെന്തേവമന്യായമീ മങ്ങും സർവജ്ഞനല്ലയോ? ഒഴിവാക്കുന്നില്ല ലോഭം മഹാത്മാരെയും അദ്ഭുതം. ലോഭം പാപങ്ങൾ തൻ കേന്ദ്രം, നിന്ദിതം നരകപ്രദം. കശ്യപനും മിടുക്കില്ലിങ്ങതു വേണ്ടെന്നു വയ്ക്കുവാൻ, ചെയ്വതെന്തേതിലും മീതെ ലോഭമെന്നോർത്തിടുന്നു ഞാൻ. പ്രതിഗ്രഹേച്ഛയെ വിട്ടു വൈഖാനസമുനീശ്വരർ, ശമപ്രധാനർ ധന്യന്മാരത്രേ ലോഭം ത്യജിക്കയാൽ. ലോഭം കൊടും വൈരി നീച നീചമീ മന്നിലെന്നുമേ, ഇദ്ദുഷ്ടൻ തൻ വശം പെട്ടു ദുഷ്ടനായി കശ്യപർഷിയും. വാത്സല്യമേറും തൻ പൗത്രനായൊരക്കശ്യപർഷിയെ ശപിച്ചു പിന്നെ വിധിയും ലോകനീതി പുലർത്തുവാൻ. യദുവംശത്തിൽ നിൻ പത്നിമാരുമായി പോയി പിറക്ക നീ, നിന്നംശം കൊണ്ടു പിന്നീടു ചെയ്ക ഗോരക്ഷ ഭൂമിയിൽ. വ്യാസൻ ഏവം ശപിച്ചു വിധിയും പാശിയും കശ്യപർഷിയെ
അംശാവതാരം ചെയ്യാനും ഭൂഭാരം പോക്കുവാനുമായി. തഥാ ശപിച്ചാളതിഥി തന്നെ ശോകാർത്തയാം ദിതി. നിനക്കും മക്കളേഴെണ്ണമുണ്ടായുണ്ടായി നശിച്ചു പോം. ജനമേജയൻ: ഇന്ദ്രമാതാവായ തന്റെ സഹോദരിയെ എന്തിനായി ശപിച്ചു ദിതി തോന്നുന്നു സങ്കടം ചൊൽക കാരണം. സൂതൻ: പരീക്ഷിത്തിന്റെ ഇച്ചോദ്യം കേട്ടു സത്യവതീ സുതൻ ശാന്തനായി കാരണം ചൊന്നാൻ ഭൂപാലൻ തന്നൊടീ വിധം. വ്യാസൻ: നല്ലാർമണികളാം ദക്ഷപുത്രിമാർ ദിതിയും നൃപ, പിന്നീടദിതിയും രണ്ടും കശ്യപപ്രിയ ഭാര്യമാർ. അതിഥിക്കിന്ദ്രനാം വീരപുത്രനുണ്ടായ വേളയിൽ കാമിച്ചാൾ ദിതി ഓജസ്സാൽ തുല്യനായൊരു പുത്രനെ. ഇന്ദ്രനെപ്പോൽ ബലം വീര്യം ധർമ്മനിഷ്ഠയുമൊത്തതായി ഒരു പുത്രനെ നൽകേണമെന്നോദീപതിയോടവൾ. പ്രിയേ ക്ഷമിക്കൂ, ഞാനോതും വ്രതം നീയാചരിക്കുകിൽ നിനക്കുണ്ടാമിന്ദ്രതുല്യൻ പുത്രനെന്നോദി കശ്യപൻ. ആവാമെന്നോദിയ തയ്യൽ മുനി ചൊന്നുള്ളൊരാ വ്രതം കൈക്കൊണ്ടു മുനി തൻ ഗർഭം ധരിച്ചു സുമനോഹരം. ശ്രദ്ധയോടും ഭക്തിയോടും ബോധത്തോടും കുലീനയാൾ പയോവ്രതമനുഷ്ഠിച്ചാൽ വെറും മണ്ണിൽ കിടന്നു താൻ. ശുഭ്രകാന്തിയൊടും കത്തിത്തിളങ്ങും ദിതിയിൽ തഥാ വീര്യവത്താം പൂർണ്ണഗർഭം കണ്ടിട്ടതിഥി ഖിന്നയായി. ദിതിക്കുണ്ടാമിന്ദ്രതുല്യൻ പുത്രനുത്കട വീര്യവാൻ. അപ്പോഴെന്റെ മകൻ തേജോഹീനനായും ഭവിച്ചിടും എന്നു ചിന്താക്ലിഷ്ടയായി തൻ മകനോടോതിമാനിനി. ദിതി ഗർഭത്തിൽ നിൻ ശത്രുവായുണ്ടമിത വീര്യവാൻ. ശത്രുനാശം വരുത്താനുള്ളുപായം പാർത്തു കാൺക നീ. ദിതി തൻ ഗർഭനാശത്തെ ചെയ്കതാനുത്തമം സുതാ. സപത്നിയാമ നീലക്കണ്ണാളെ കണ്ടുൾക്കുരുന്നിൽമേ സുഖമർമ്മം പിളർക്കുന്ന മട്ടിൽ തോന്നുന്നു നൊമ്പരം. ക്ഷയരോഗം പോൽ വളർന്നാൽ വൈരി പിന്നെ നശിച്ചിടാ. അതിനാൽ മുളയിൽ തന്നെ നുള്ളണം ശത്രുവെ ബുധൻ. എന്നുള്ളിലി ഗർഭമിരുമ്പാണി തട്ടിത്തറയ്ക്കയാം. വല്ലമട്ടും നശിപ്പിക്ക് ഗർഭമിന്നു ശതക്രതോ. സാമമോ ദാനമോ ദണ്ഡം കൊണ്ടോ ഗർഭസ്ഥ ബാലനെ നശിപ്പിക്കണമെന്നിഷ്ടം ചെയ്യാനിച്ഛിക്കുകിൽ സുതാ. വ്യാസൻ: അമ്മതൻ വാക്യമീ വണ്ണം കേട്ടു നിർജ്ജരനായകൻ ഉള്ളാൽ ചിന്തിച്ചു ദിതി തൻ സമീപം ചെന്നു സത്വരം. ദുഷ്ടചിന്തയൊടും കാൽത്താർ വണങ്ങി വിനയത്തോടും അകത്തു നഞ്ചാണ്ട വാക്യം മധുരം ചൊന്നിതിങ്ങനെ. ഇന്ദ്രൻ: അമ്മേ, വ്രതം കൊണ്ടു തളർന്നേറെ ദുർബലയായി നീ ശുശ്രൂഷിക്കാനണഞ്ഞേൻ ഞാൻ. വേണ്ടതെന്തുര ചെയ്ക നീ. കാൽ തലോടിത്തരാം ദേവി ഗുരു ശുശ്രൂഷയാൽ തുലോം. ലഭിക്കുമല്ലോ സുകൃതം സത്യസദ്ഗതിയും സതി. ഭേദമില്ലിങ്ങതിഥിയും നീയുമെന്നാണയിട്ടിടാം എന്നോതി രണ്ടു കാലും തൊട്ടുഴിയാനായി തുടങ്ങിനാൻ. വ്രതത്താൽ കൃശയായി ശ്രാന്തയാമപരമസാധ്വിയാൾ തലോടലിൻ സുഖത്താൽ വിശ്വാസപൂർവമുറങ്ങിനാൾ. ഉറങ്ങുമവളെ കണ്ടു കൃശനായി സൂക്ഷ്മദേഹനായി കടന്നാനുള്ളിലേക്കിന്ദ്രൻ
സശ്രദ്ധം ശസ്ത്രപാണിയായി. അവൾ തന്നുദരത്തിങ്കൽ ചെന്നു യോഗബലത്തിനാൽ ഗർഭപിണ്ഡത്തെ 7 മുറിച്ചാൻ പവിയാലവൻ. വജ്രമാണ്ടു തരച്ചപ്പോൾ കരഞ്ഞു ശിശു തക്ഷണം. ചൊന്നാൻ മാരുത എന്നൊച്ച താഴ്ത്തിയും കൊണ്ടു വാസവൻ. നുറുക്കിനാൻ 7 മുറി 7 വജ്രി പിന്നെയും. ഏവം മരുത്തുക്കൾ 49 നൃപോത്തമ. ഉണർന്നു ദിതി തൻ ഗർഭം കള്ളവേഷത്തിലിന്ദ്രനായി. മുറിക്കപ്പെട്ടതായി കണ്ടു പൂണ്ടാൾ കോപവുമാധിയും. തൻ സഹോദരി ജയിച്ചതാണെന്നോർത്തു രുഷ്ടയായി ശപിച്ചാൾ 2 പേരെയും അസത്യവ്രത തത്പര. നിൻ പുത്രൻ കളവാലന്റെ ഗർഭം കത്രിച്ച മാതിരി അവനും നഷ്ടമാകട്ടെ മുപ്പാരിൻ നായകത്വവും. ഒളിച്ചു പാപം ചെയ്യിച്ചൻ ഗർഭം വീഴ്ത്തിച്ച മാതിരി എൻ പുത്രനെ ദുഷ്ടയാകും അവൾ കൊല്ലിച്ച മാതിരി. അവൾക്കു മന്യജന്മത്തിലുണ്ടാം തനൂജരും അപ്പോഴപ്പോൾ നശിക്കട്ടെ കൽത്തുറങ്കകമാർത്തയായി. കിടക്കാനിടയാവട്ടെ മൃതവത്സലയാം ഇവൾ. വ്യാസൻ ഏവം ദിതി ശപിച്ചെന്നായി കേട്ടു കശ്യപനാം ഋഷി. ആശ്വസിപ്പിച്ചു കൊണ്ടേവം ചൊന്നാൾ സ്നേഹപുരസ്സരം. ശക്തിയേറും മരുത്തുക്കളായി നിൻ മക്കൾ വരും ശുഭേ. തീരുമിന്ദ്രൻ തൻ സഖാക്കളായും കോപിക്ക വേണ്ട നീ. നിൻ ശാപം 28 ദ്വാപരത്തിൽ വരാനെനെ. ഭുജിക്കും നിൻ ഭഗിനിയാളംശത്താൽ മഞ്ഞിൽ നാരിയായി. ഖിന്നനായി പാശിയും ശാപമേകിയിട്ടുണ്ടിതേവിധം. ശാപം 2 കൊണ്ടും അവൾ പിറക്കും മർത്യയോനിയിൽ. വ്യാസൻ ഏവമാശ്വാസവാക്യത്താൽ തുഷ്ടയായി തീർന്നു മാനിനി. മറിച്ചൊന്നും പറഞ്ഞില്ല വിപ്രിയം വരവർണിനി. ചൊല്ലിത്തന്നേൻ പൂർവശാപകാരണം ഞാൻ ധരാപതേ. ഈ മട്ടദിതി തന്നംശം കൊണ്ടു ദേവകി ജാതയായി. 3-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ.